ഒരു വാക്ക് പറയുമ്പോൾ ഞാൻ ജീവിതകാലം മുഴുവൻ നിന്നോട് മിണ്ടൂല എന്നൊക്കെ പറയാൻ മാത്രം എന്തുകൊണ്ട് അങ്ങനെ ബീബി പറഞ്ഞു റളിയല്ലാഹു അൻഹ. അതിന് മഹാനായ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി അതിന് കാരണം പറയുന്നത് വറഅത് ഫീ കലാമിഹി ഹാദാ നൗഅ ഉഖൂഖിൻ, അതായത് ഒരു ഉമ്മയോടോ വാപ്പയോടോ പറയേണ്ട വാക്കല്ലല്ലോ അങ്ങനെ. ഞാൻ പിടിച്ചു വെക്കും, ഇതൊക്കെ എൻ്റെ ഉമ്മ നിർത്തിയേ പറ്റൂ എന്നൊക്കെ ഒരു മോൻ അത്രക്കങ്ങ് പറയാവതാണോ? അത് ഉമ്മയോടോ ഉപ്പയോടോ കാണിക്കുന്ന അനാദരവിന് തുല്യമല്ലയോ? അതുകൊണ്ടാണ് ബീവി റളിയല്ലാഹു അൻഹ അങ്ങനെ പറയാൻ കാരണമെന്നാണ്. അതുമാത്രമല്ല, മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നൊരിക്കെ തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ട് വേറൊരു സംഭവം വഴി വരാനുണ്ട്. തബൂക്ക് യുദ്ധത്തിന് വരാൻ പറ്റാത്ത വഅല സലാസത്തിൽ ലദീന ഖുല്ലിഫു എന്ന് പറഞ്ഞ മൂന്ന് വിഭാഗം, മൂന്നാളുകൾ, മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള 3 പേർ, അവര് തബൂക്കിലേക്ക് വരാതിരുന്നപ്പോൾ 1 മാസത്തോളം നബി തങ്ങൾ അവരോട് മിണ്ടാതെ നിന്നിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുമാത്രമല്ല, വാപ്പയും മക്കളും തമ്മിലുള്ള പിണക്കത്തിന് ഈ 3 ദിവസത്തിന്റെ പരിധിയില്ലാതാണ്. വാപ്പയും മക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ അസ്വാജിനെ ഹജറഹുന്ന 1 മാസത്തോളം നബി തങ്ങൾ അവിടുത്തെ ഭാര്യമാരോട് സംസാരിക്കാതെ നിന്ന അനുഭവങ്ങൾ പരിശുദ്ധ ഹദീസുകളിൽ കാണാൻ കഴിയും. അപ്പോ ഇത്തരം അടുത്ത ഇടപഴകുന്ന ആളുകളുമായി, അങ്ങനെയാണല്ലോ തൊട്ടടുത്ത ആളുകൾക്ക് ഒരു വിഷമുണ്ടാക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടല്ലേ? സ്വന്തം വീട്ടിലെ സ്വന്തം വാപ്പ, സ്വന്തം ഉമ്മ, സ്വന്തം ജ്യേഷ്ഠൻ, സ്വന്തം അനുജൻ, പെങ്ങള്, അവരിൽ നിന്നൊക്കെ ഒരു വിഷമം വരുമ്പോ സഹിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവും. ആ പിണക്കം ഒരുപക്ഷെ നീണ്ടുപോകും. പക്ഷേ നീണ്ടു പോവരുതെന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പക്ഷെ നീണ്ടുപോയാൽ കുടുംബ ബന്ധവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അതിന് ചില ഇളവുകളൊക്കെ ഉണ്ട് എന്ന് മഹാനായ അല്ലാമ ഇബ്നു ഹജർ തങ്ങൾ ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞത് കാണാൻ കഴിയും. ഈ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവരങ്ങ് വിഷമിച്ചു പോയില്ലേ, എന്റെ ഉമ്മ നിങ്ങൾ എന്നോട് മിണ്ടൂലാന്നോ? അതെ, ഞാൻ നിന്നോട് മിണ്ടൂല. ആയിഷ റളിയല്ലാഹു അൻഹ മിണ്ടാട്ടം നിർത്തിയെന്ന വളരെ വിഷമിച്ചു പോയി. ഭൂമിയൊക്കെ വല്ലാണ്ട് ചുരുങ്ങിയതുപോലെ തോന്നും, വല്ലാണ്ടങ്ങ് മനസ്സങ്ങ് ഇടുങ്ങിപ്പോയി. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവർ കരയാൻ തുടങ്ങി. എന്റെ ഉമ്മ എന്നോട് മിണ്ടൂലേ, ഇനി ആരാണ് എനിക്കുള്ളത്? എന്റെ ഉമ്മക്ക് തുല്യം മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ എന്റെ ഉമ്മയാണ്, എന്റെ ഖാലത്താണ്, എന്നോട് മിണ്ടൂലേ? ഞാൻ ആ പറഞ്ഞ് തെറ്റായി പോയെങ്കിൽ ഉമ്മ എനിക്ക് മാപ്പ് തരണം. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ഞാൻ അല്ലാഹുവിനോട് നേർച്ച ചെയ്തു പോയി, നദർതു ലില്ലാഹ്, എന്റെ നേർച്ച ഞാൻ നിന്നോട് മിണ്ടുന്നതിനേക്കാളും വലുതാണ് എന്ന് പറഞ്ഞു ആയിഷ റളിയല്ലാഹു അൻഹ. ഒരു വാക്കാണ്, നാശം വിതക്കുന്ന വാക്കുകൾ, അല്ലെങ്കിൽ വാക്കുകളാൽ ഉണ്ടാകുന്ന നാശങ്ങൾ എന്ന ഒരു ശീർഷകത്തിലാണ് നമ്മുടെ ഈ ചർച്ച ഇന്ന് കടന്നു പോകുന്നത്. ചില കലിമത്തുകൾ, ചില വാക്കുകൾ വലിയ വലിയ അപകടങ്ങൾ വിളിച്ചു വരുത്തും. ചില പദപ്രയോഗങ്ങൾ, ചില കമന്റുകൾ ആളുകൾ ടൈപ്പ് ചെയ്ത് വിടുന്നത്, ആളുകൾ എഴുതി വിടുന്നത്, പറയുന്നത്, പ്രചരിപ്പിക്കുന്നത്, അതിൻ്റെയൊക്കെ കുറ്റം ഭയങ്കരമാണ്. അതുകൊണ്ട് മുസ്ലിമായ ഒരു മനുഷ്യന്റെ നിത്യജീവിതത്തിൽ നിസ്കാരം ശരിക്കും കൊണ്ട് നടക്കുന്ന ആളുകൾ, സുന്നത്ത് നോമ്പ് വരെ എടുക്കുന്ന ആളുകൾ, ഖുർആനും ദിക്റും ഒക്കെ എമ്പാടും ചൊല്ലുന്ന ആളുകൾ, അവർക്കൊക്കെ ഏറ്റവും കൂടുതൽ പിഴവ് സംഭവിക്കുന്ന ചില വിഷയങ്ങൾ നാവ് സൂക്ഷിക്കുന്നതിനാണ്. നാവുമായി ബന്ധപ്പെട്ട തെറ്റുകൾ പറഞ്ഞു പോകുന്നത്, ഇടപഴകുന്നത്, പെരുമാറ്റച്ചട്ടങ്ങൾ, ഇതിലൊക്കെ വരുത്തുന്ന വീഴ്ചകളിലൂടെ വലിയ നഷ്ടം സംഭവിക്കുകയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, ആരെ പിടിച്ചാൽ കാര്യം നടക്കും, ആയിഷ ബീവി ഒന്ന് മിണ്ടിക്കിട്ടണം, ആയിഷ ബീവിയോടൊന്ന് വർത്തമാനം പറയണം, എന്റെ ഉമ്മയുടെ പിണക്കമൊന്ന് നിർത്തണം. ആയിഷ ബീവിയുടെ സ്വന്തം നേരെ മോനല്ല, സഹോദരിയുടെ മോനാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. അങ്ങനെയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ അമ്മായിയുടെ ബന്ധത്തിൽ വരുന്ന മഹാനായ മിസ്വർ ഇബ്നു മഖ്റമ റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നുൽ അസ്വദ് റളിയല്ലാഹു അൻഹു, 2 മഹത്തുക്കളായ സ്വഹാബിമാർ അവരോട് ചെന്ന് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മയുടെ സഹോദരന്മാരല്ലേ, ഉമ്മയുടെ സഹോദരന്മാരല്ലേ, നബി തങ്ങളുടെ അമ്മാവന്മാരല്ലേ? നിങ്ങൾ വിചാരിച്ചാൽ ആയിഷ റളിയല്ലാഹു അൻഹയും ഞാനും തമ്മിലുള്ള പിണക്കം ഇല്ലാതെയാക്കാൻ കഴിയുമല്ലോ, ഒന്ന് സഹായിക്കണം. ഞങ്ങളാര് പറഞ്ഞാലും ബീവി കേൾക്കൂല, എന്നാലും നിങ്ങളൊന്ന് ഇടപെടണം, എനിക്ക് എന്റെ ഉമ്മയോട് മിണ്ടാതെ എനിക്ക് ഉറക്കം വരില്ല. ഭക്ഷണം കഴിക്കാതെയായി അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവർ, ഉറക്കം വരാണ്ടായി പോയി. അതാ സ്നേഹബന്ധമാണ് കേട്ടോ. ചിലർ മിണ്ടിയില്ലെങ്കിൽ എനിക്കെന്താന്ന് പറഞ്ഞു പോണവരുണ്ടാവും, അവരെ പറ്റിയല്ല, അത് സ്നേഹമില്ലാത്തത് കൊണ്ടാണ്. സ്നേഹബന്ധങ്ങൾ ആകുമ്പോൾ വല്ല ഉറക്കം വരൂല, ശരീരം മെലിഞ്ഞുവും, കണ്ട ഷുഗർ പിടിച്ചോ എന്നൊക്കെ ചോദിക്കും, ഒന്നും അവരെ ടെൻഷനായിരിക്കും. അങ്ങനെ ഉണ്ടാവൂലേ? എത്ര വിഷമം, മനസ്സിനേൽക്കുന്ന വിഷമം വല്ലാത്ത ആഴമുണ്ടാവും, അതിന് വല്ലാത്ത മുറിവുണ്ടാവും. അത് നമ്മൾ ആരും മറ്റൊരു
മറ്റൊരാൾക്ക് അത് ഉണ്ടാവരുത് എന്ന് വിചാരിക്കേണ്ടവരാണ്. മറ്റൊരാൾക്ക് നമ്മളാൽ നാവ് കൊണ്ടൊരു ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്, നമ്മുടെ വാക്കുകളെ കൊണ്ട് ഒരു പ്രയാസം വരരുത് എന്നുദ്ദേശിക്കേണ്ടവരാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുമ്പിലേക്ക് രണ്ടുപേരും കടന്നു ചെല്ലുന്നു. അവരോട് പറഞ്ഞു, മഹാനായ മിസ്വർ ഇബ്നു മഖ്റമ റളിയല്ലാഹു അൻഹുവിനോട്, അബ്ദുറഹ്മാൻ ഇബ്നുൽ അസ്വദ് റളിയല്ലാഹു അൻഹുവിനോട്, എന്റെ ഉമ്മയായ ആയിഷ ബീവി ഫഇന്നഹു ലാ യഹില്ലു ലഹാ അൻ തൻദുറ ഖതിഅതി ഇലൽ അബ്ദ്, മിണ്ടാതിരുന്നോട്ടെ, ഒരാഴ്ച, രണ്ടാഴ്ച, ഒരു മാസം, കാലം മുഴുവനും ഇനി മരിക്കോളം എന്നോട് മിണ്ടില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് ശരിയല്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഇടപെട്ടേ പറ്റൂ, നിങ്ങൾ എനിക്ക് എന്തെങ്കിലും നിലക്കത് പരിഹരിച്ചു തരണം എന്നാവാന്ന് പറഞ്ഞു. കുട്ടി കൊണ്ടുപോയി. പിന്നെ ഞങ്ങൾ ആയിഷ ബീവിന്റെ വീട്ടിൽ ചെന്നിട്ട് സലാം പറയും. ബീവിയോട് ചോദിക്കും, ഞങ്ങൾ കടക്കട്ടെ? ഞങ്ങൾ എല്ലാവരും കടക്കട്ടെ എന്ന് ചോദിക്കും. കാരണം പുറത്ത് നിൽക്കുന്നത് ആരാണെന്ന് കാണൂലല്ലോ. അപ്പൊ ഞങ്ങൾ എല്ലാവരും ആരാന്ന് ചോദിക്കും. ഞാൻ അബ്ദുറഹ്മാൻ ഇബ്നു അസ്വദ് റളിയല്ലാഹു അൻഹു ആണ്, അല്ലെങ്കിൽ മിസ്വർ ഇബ്നു മഖ്റമ തങ്ങളാണ്, ബന്ധുക്കളാണെന്ന് പറയും. അപ്പോ കടക്കാൻ അനുമതി തരും. അപ്പൊ ഞങ്ങൾ ചോദിക്കും, ഞങ്ങൾ എല്ലാവരും വന്നോട്ടെ? അപ്പൊ ബീവി ഓക്കേ എന്നങ്ങ് പറഞ്ഞാൽ ബീവി മറയുടെ പിന്നിലായിരിക്കും ഉണ്ടാവുക. നീ എന്ത് ചെയ്യാ, നേരെ ചെന്നിട്ട് അങ്ങോട്ട് കാൽക്ക് വീണിട്ട് മാപ്പ് ചോദിച്ചേക്കണം. ആ കിട്ടിയ ചാൻസ് ഉപയോഗിച്ചു. പറ്റുമോന്ന് ചോദിച്ചു. ഓ പറ്റും, എന്നാ പോവാന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്നവരെ കൂട്ടി ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. വാതിൽക്കൽ ചെന്നു. മഹാനായ മിസ്വർ എന്നവർ, അബ്ദുറഹ്മാൻ എന്നവര് അവരുടെ ഒരു പുതപ്പ് പുതച്ചിട്ട കയറി ചെല്ലുന്നത്. അസ്സലാമു അലൈകി വറഹ്മത്തുള്ളാഹി വബറകാതുഹു അനദ്ഖുലു. ഉമ്മ, ഞങ്ങൾ വരട്ടെ? ആയിഷ ബീവി, ഞങ്ങൾ വന്നോട്ടെ? സമ്മതം ചോദിച്ചു. എന്നാ ഒരു വീട്ടിലേക്ക് കടന്നു ചെല്ലും എന്ത് ചെയ്യണം? സമ്മതം ചോദിച്ചിട്ട് അനുമതി കിട്ടിയിട്ടേ കയറി ചെല്ലാവൂ. അത് നമ്മൾ സാമാന്യം മനസ്സിലാക്കേണ്ട, എപ്പോഴും പ്രാവർത്തികമാക്കേണ്ട ഒരു നന്മയാണ്. ചിലർ പറയും, ആ വീട്ടിൽ ഞങ്ങളൊക്കെ ആങ്ങൾ പെങ്ങളെ പോലെയല്ലേ? അങ്ങനെയൊന്നുമില്ല. മഹറമീങ്ങളല്ലാത്തവർക്ക് അങ്ങനെ ഒരു കാറ്റഗറി ഇസ്ലാമിലില്ല. മഹറമല്ലാത്തവർക്ക് എന്ത് ആങ്ങളെ പെങ്ങളെന്ന് പറയാം? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തിലെ സ്വഹാബികൾക്കോ അവിടുത്തെ സ്വഹാബിനോ അനുവദിച്ചു കൊടുക്കാത്തൊരു പ്രിവിലേജ് നമ്മൾ എങ്ങനെ പറയാം? കൂടെ പഠിച്ചവരല്ലേ, ഒരു ബെല്ലടിച്ചു വരുന്നു, കയറുന്നു, ഇരിക്കുന്നു, ജ്യൂസ് ഉണ്ടാക്കുന്നു, ഇരിക്കുന്നു, വർത്താനം പറയുന്നു, ഉറക്കൊഴിക്കുന്നു, പോകുന്നു, വരുന്നു, അറിയുന്നില്ല. അവര് സുഹൃത്തുക്കൾ, അവര് ആങ്ങളെ പെങ്ങളെ പോലെയാണ്. അങ്ങനെയൊന്നുമില്ല. പച്ചയായ ഹറാമായിരിക്കും അത്. അന്യരായ ആണുങ്ങളും പെണ്ണുങ്ങളും അന്യ വീട്ടിലേക്ക് സമ്മതമില്ലാതെ കയറി വരിക, ഒരുമിച്ചിരിക്കുക, അതൊന്നും പാടില്ലാത്ത സംഗതികളാണ്. ശറഅ് അനുവദിക്കാത്തതാണ്. അത് ശ്രദ്ധിക്കണം. ഉമ്മമാരൊക്കെ ശ്രദ്ധിക്കണം. കോളേജ് പഠിക്കുമ്പോഴാണ് ഈ അസുഖം ഉണ്ടാവുക. അത് ഒരുമിച്ച് പഠിക്കണം. എൻ്റെ ക്ലാസ്മേറ്റ് ആണ്. ക്ലാസ്മേറ്റ് എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ച പുതിയെന്നാണ് അർത്ഥം. ക്ലാസ്മേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അജ്നബിയാണ്, അന്യനാണ്, ആണായാലും പെണ്ണായാലും. അപ്പോ അതിന്റെ പരിധികളിൽ നിർത്താൻ കഴിയണം. ആയിഷ ബീവിയോട് അടികത്തേക്ക് ചെല്ലുമ്പോ ചോദിക്കുകയാണ്, സലാം പറഞ്ഞിട്ട്, അനദ്ഖുലു, ഞങ്ങൾ അകത്തേട്ട് വരട്ടെയോ ബീവി? സമ്മതം തരുമോ? അപ്പൊ വീട്ടുകാർ സമ്മതം തന്നാലാണ് അകത്ത് കയറുക. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു മുമ്പൊക്കെ, സിസ്റ്റം അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പോ ബെല്ലടിക്കുക, തുറക്കുക, ആ അടുക്കളയ്ക്ക് നേരെ ഞാൻ ഇവിടെ എത്തി എന്ന് പറയാ. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ചെയ്തുകൂടാ. അനദ്ഖുലു, ഞങ്ങൾ കടക്കട്ടെയോ? ഖാലത്ത് ഉദ്ഖുലൂ, വന്നോളൂ എന്ന് പറഞ്ഞു. കുല്ലുന, ഞങ്ങൾ എല്ലാവരും വരട്ടെ? കുല്ലുക്കും, ബീവിക്കറിയില്ല കൂടെ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്നവരുണ്ടെന്ന്. എല്ലാവരും വന്നോളൂ എന്ന് പറഞ്ഞു. അകത്തേക്ക് കയറി. ബീവി റളിയല്ലാഹു അൻഹ ഹിജാബിന്റെ അപ്പുറത്തായിരിക്കുക. കാരണം കാണാൻ പാടില്ലാത്ത ആളുകൾ എത്തുന്ന സമയം റളിയല്ലാഹു തആല അൻഹ ഹിജാബിന്റെ മറവിലായിരിക്കും ഉണ്ടാവുക. നേരെ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്നവർ കയറി ചെന്നു. ആയിഷ റളിയല്ലാഹു അൻഹയെ ചെന്നിട്ട് കെട്ടിപ്പിടിച്ചു. ഫഅ്സനഖ ഉമ്മയെ വാരിപ്പുണർന്നു. എന്നിട്ട് ഉമ്മയുടെ കാല് പിടിച്ചു പറഞ്ഞു, ഉമ്മ, എന്നോട് മാപ്പ് തരണം. എന്തെങ്കിലും ഒരു വാക്കിൽ നിന്ന് പിഴച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിന് ഇങ്ങനെ ശിക്ഷിക്കുകയാണോ? എന്നെ നിങ്ങൾ ഇങ്ങനെ ശിക്ഷിക്കുകയാണോ? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാൻ നിന്നോട് മിണ്ടുകയില്ലെന്ന് പിണക്കമാണെന്ന് അള്ളാഹുവിനോട് പറഞ്ഞ നേർച്ചയാണ്. നദർതു ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി നേർച്ച ചെയ്താൽ അത് നിർബന്ധമാണ്. ഉമ്മ, ഇങ്ങനെ ഒരു നേർച്ച ചെയ്യേണ്ടതുണ്ടോ? ഞാൻ നിങ്ങളുടെ മോനല്ലേ, എനിക്ക് മാപ്പ് തന്നുകൂടെ? മഹാനായ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നുൽ അസ്വദ് എന്നവർ, മിസ്വർ ഇബ്നു മഖ്റമ, രണ്ടുപേരും പറഞ്ഞു, ആയിഷ ബീവി, നിങ്ങളുടെ മോനല്ലേ അത് അബ്ദുല്ലാഹ്, ചെറുപ്പമല്ലേ, പുറത്തു കൊടുക്കിൻ, മാപ്പ് ചെയ്തു കൊടുക്കിൻ, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കിൻ. അല്ലാഹുവിന്റെ റസൂലൊന്നും മിണ്ടാതിരിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? നിങ്ങളാരും പിണങ്ങരുതെന്ന് പറഞ്ഞിട്ടില്ലേ? ഒരുപാട് പറഞ്ഞപ്പോ റളിയല്ലാഹു അൻഹു പറയുന്നു, നദർതു വന്നദറു ശദീദ്,
ഞാൻ നേർച്ച ചെയ്തു, എന്റെ നേർച്ച അത്രയും കഠിനമാണ്, അതെനിക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല. അങ്ങനെ പറഞ്ഞ് അവസാനം എന്നാൽ ഞാൻ വിട്ടുവീഴ്ച ചെയ്തു. ഇപ്പൊ എന്റെ നേർച്ചയോ അങ്ങനെ അള്ളാഹുവിനോട് ഒരു ഖസം ചെയ്തിട്ടുണ്ടെങ്കിൽ, നെദർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രായശ്ചിത്തം കൊടുക്കണം, ഒരു അടിമയെ മോചിപ്പിക്കണം എന്ന വല്ലാഹി പറഞ്ഞൊരു വിഷയം നമ്മൾ ചെയ്തു, ആ വിഷയം നമുക്ക് പാലിക്കാൻ പറ്റാതെ വരുന്നു, അതിന് പ്രായശ്ചിത്തം ചെയ്യണം. ശറഅത്തിന്റെ വിവിധങ്ങളായ ഘട്ടങ്ങൾ പറഞ്ഞു. അതിലൊന്ന് ഇത്ഖു റഖബ, അടിമയെ മോചിപ്പിക്കണം എന്നാണ്. ഉമ്മ നിങ്ങൾക്ക് അടിമ, ഞാൻ 10 അടിമയെ കൊണ്ടുവരാന്ന് പറഞ്ഞു അബ്ദുല്ലാഹിബ്നു സുബൈർ എന്നവർ. അങ്ങനെ 10 പേരെ കൊണ്ടെന്ന് പറഞ്ഞ് ഇവരെ മുഴുവനും അള്ളാഹുവിന് വേണ്ടി മോചിപ്പിച്ചോളൂ, നിങ്ങളുടെ നേർച്ചക്കടം വീടാൻ ഇത് മതിയല്ലോ, നിങ്ങൾക്ക് കുറ്റം ഉണ്ടായില്ല, ഒരു അടിമയെ മോചിപ്പിച്ചാൽ മതി. പക്ഷേ 10 ആളുകളെ മോചിപ്പിച്ചു. അതിനുശേഷം ആയിഷ റളിയല്ലാഹു അൻഹ 40 അടിമകളെ വേറെ വാങ്ങി, അവരെ മോചിപ്പിച്ചു. എന്തേന്നറിയോ, ഇത് മഹദിയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഒരൊറ്റ അടിമയെ മോചിപ്പിച്ചാൽ മതി. അന്ന് തന്നെ 9 ഏറെയാണ് 10 മോചിപ്പിച്ചപ്പോ, പിന്നെ ഒരു 40 ഏറെയും. എന്നിട്ട് മഹദി റളിയല്ലാഹു അൻഹു എപ്പോഴും അവർ ചെയ്ത നേർച്ചയെ സംബന്ധിച്ച് പറയും, ഫതബ്കി, എന്നിട്ട് ഇങ്ങനെ കരയും. അവിടുത്തെ കണ്ണുകളെന്ന് കണ്ണിനീര് വന്ന് മുഖമൊക്കെ മുഴുവനും നനയും. റളിയല്ലാഹു അൻഹാ വഅർളാഹാ, അല്ലാഹു സുബ്ഹാനഹു വ തആല മഹദി റളിയല്ലാഹുവിനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ആകാശ ലോകത്ത് നിന്ന് അല്ലാഹുവിന്റെ റസൂലിനെ ത്വയ്യിബാതുൽ ത്വയ്യിബീന, സജ്ജനങ്ങളായ ആളുകൾക്ക് അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു തെരഞ്ഞെടുത്ത മോളല്ല മഹദിയല്ല ആയിഷ റളിയല്ലാഹു അൻഹ. അത്രയും നല്ല മഹദിയാണെന്ന് അല്ലാഹു സർട്ടിഫിക്കറ്റ് കൊടുത്തൊരു മഹദിയായി നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ. ഒരു വാക്കിന്റെ പേരിൽ, ഒരു സെന്റൻസ് പറഞ്ഞതിന്റെ പേരിൽ സ്വന്തം അടുപ്പവും സ്നേഹവും ഉണ്ടായിരുന്ന സഹോദരി പുത്രനായ അബ്ദുല്ലാഹിബ്നു സുബൈർ എന്നവരോട് മഹദി റളിയല്ലാഹു അൻഹു പിണങ്ങിയ പിണക്കം മഹാന്മാർ ഉദ്ധരിക്കുന്നത് വാക്കുകളാൽ വരുന്ന അബദ്ധങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയാണ്. നല്ല കാര്യം പറഞ്ഞു, ഒരു നന്മയ്ക്ക് വേണ്ടി ഒരു കാര്യം പറഞ്ഞു കൊടുത്തു, എന്തെങ്കിലും മാപ്പാക്കി കൊടുത്തക്കടോ, ഒരു തൊലാക്കിലെത്തിയിരിക്കുന്ന വിഷയമാണ്, നീ അങ്ങ് പുറത്തു കൊടുത്താൽ പോരെ, ഒരു വാക്ക് പറഞ്ഞു. അത് മധ്യസ്ഥം പറയുമ്പോൾ പല വാക്കും പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു പോയൊരു വാക്കാണ്. അന്ന് മധ്യസ്ഥം പറയുന്നത് പിരിച്ച് രണ്ട് ഭാഗത്തേക്കാക്കിയിട്ട് തിരിച്ചു പോരാനാണ്. അപ്പോഴാണ് ഞങ്ങൾ പോയിട്ട് കാര്യം നടന്നു എന്ന് പറയാം. ശരിക്കും അങ്ങനെയല്ല വേണ്ടത്. മധ്യസ്ഥന്മാർ പോവേണ്ടത് എന്തിനാണ്? യോജിക്കാൻ കഴിയുമെങ്കിൽ പരമാവധി വിട്ടുവീഴ്ച ചെയ്ത് പരസ്പരം യോജിപ്പിക്കാനാണ് ചെയ്യേണ്ടത്, അല്ലേ? പരസ്പരം വാശിക്ക് വേണ്ടി നിൽക്കുക, വീറും വാശി ഞങ്ങൾ ജയിച്ചു എന്ന് പറയാ, ശരിക്കും തോൽക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പൊ ഒരുപക്ഷെ ചില വാക്ക് നമ്മൾ പറയും യോജിപ്പിക്കാൻ വേണ്ടി, പുറത്തു കൊടുക്കാൻ വേണ്ടി. ലാ യുൽഖി ലഹാ ബാല, അതിനൊരു പക്ഷെ അത്ര വലിയ ഗൗരവത്തിലങ്ങ് പറഞ്ഞ വാക്കൊന്നും ആവില്ല. പക്ഷേ സ്വർഗലോകത്ത് ഒരുപാട് സ്ഥാനമാനങ്ങൾ അള്ളാഹു ആ മനുഷ്യന്റെ ഒരു വാക്ക് കാരണം അള്ളാഹു കൊടുത്തേക്കും. വേറൊന്നുണ്ട്, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ചില വാക്കുകൾ ചില ആളുകൾ പറയും, സാരമായി തമാശയായിട്ട് പറയും. മിൻ സഖത്തുല്ലാ, അല്ലാഹു ഇഷ്ടപ്പെടാത്ത ചിലത് പറയും. ലാ യുൽഖി ലഹാ ബാല, അതിനെ തീരെ അവരെ ഗൗനിക്കുകയില്ല, മൈൻഡ് ചെയ്യാതെ അങ്ങ് പറയും, മൈൻഡ് ചെയ്യാതെ പറഞ്ഞേക്കും. ആ ഒരു വാക്ക് കാരണം യഹ്വീ ബിഹാ ഫീ ജഹന്നം, നരകത്തിൽ ആ മനുഷ്യൻ വീണുകൊണ്ടിരിക്കും. അബ്അദ മിന സുറയ്യ, നക്ഷത്രത്തോളം ദൂരത്തേക്ക് നരകത്തിൽ ആ മനുഷ്യൻ പറയുന്ന ഒരു വാക്ക് കാരണം ഒരുപക്ഷെ അള്ളാഹുവിന് വെറുപ്പുള്ള ഒരു കലിമത്ത്, ഒരൊറ്റ വാക്ക്, ഒരു സെന്റൻസ് അല്ല, അരമണിക്കൂറല്ല, ഒരൊറ്റ വാക്ക്. അതേപോലെ ഒരു നന്മ പറയുമ്പോൾ ഒരു വാക്ക് കൊണ്ട് അള്ളാഹു ഒരുപാട് സ്ഥാനം, അള്ളാഹു ഒരുപാട് പൊരുത്തം, സ്വർഗലോകത്തെ സ്ഥാനമാനങ്ങൾ അള്ളാഹു കൊടുത്തു വരും. ഇത് വാക്കുകളാണ്. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ എന്നത് അവന്റെ വാക്കാണ്, അവന്റെ പ്രവൃത്തിയാണ്. വാക്കെന്ന് പറഞ്ഞാൽ ഇന്ന് മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്ന കാലമാണ്. എഴുതിയിട്ടും എഴുതാതെയും ടെക്സ്റ്റ് ചെയ്തിട്ടും റെക്കോർഡ് ചെയ്തിട്ടും ഒക്കെ കൊടുക്കും. ഇതൊക്കെ വാക്കുകളാണ്. ഒരു മനുഷ്യൻ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങളിൽ നന്മയും തിന്മയും എന്തെന്ന് വേർതിരിക്കാനും മനസ്സിലാക്കാനും നമുക്ക് സാധിക്കണം. അള്ളാഹു വാക്കുകളാൽ വരുന്ന അബദ്ധങ്ങൾ, തിന്മകൾ, തെറ്റുകളിൽ നിന്ന് അള്ളാഹു നമ്മുടെ നാവുകളെ കാത്തു സൂക്ഷിക്കട്ടെ. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, മനുഷ്യൻ പറയുന്ന വാക്കുകൾ അത് റഖീബോ അതീദോ അറിയാതെ, അവർ കേൾക്കാതെ, അവർ രേഖപ്പെടുത്താതെ പോകുന്ന ഒരു വാക്കും മനുഷ്യൻ പറയുന്നില്ല. നമ്മൾ പറയുന്നതൊക്കെ റഖീബ് അതീദ് എന്ന മലക്കുകൾ എഴുതി വെക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്, നമ്മൾ അറിയുന്നതാണ്. പക്ഷെ വർത്താനം പറയുമ്പോൾ ഓർമ്മ ഉണ്ടാവില്ല എന്ന് മാത്രം, അല്ലേ? നമ്മുടെ മലക്കിനത് ഇഷ്ടപ്പെടുമോ? അള്ളാഹുവിനത് ഇഷ്ടപ്പെടുമോ? ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ്
ഇന്നസ് സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. ഈമാനുള്ള മുഅ്മിനീങ്ങളെ ചിന്തിപ്പിക്കുവാൻ അല്ലാഹു പറയുന്നു, ഇന്നസ് സമഅ വൽ ബസറ, തീർച്ചയായും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം കാഴ്ചയിലേറെ കേൾവിയാണ് കൂടുതൽ നടക്കുക. ഗർഭാശയത്തിലിരിക്കുന്ന കുഞ്ഞുവരെ കേൾക്കുന്നുണ്ട്, കാണുന്നില്ല. ജനിച്ച കുഞ്ഞ് കണ്ണടച്ചു വെച്ചിട്ടായിരിക്കും ഇരിക്കുക. കണ്ണു തുറക്കാൻ മിനിറ്റുകൾ എടുത്തെന്ന് വരും, പക്ഷെ ആ കുട്ടി കേൾക്കുന്നു. അതുകൊണ്ടാണ് വാങ്ക് വിളിക്കാൻ പറഞ്ഞത്. ചെവി ആദ്യം വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ്, പിന്നെ കണ്ണ് വർക്ക് ചെയ്യും. അതുകൊണ്ട് ചെവിയും കണ്ണും ഖുർആൻ പറയുമ്പോൾ ആദ്യം ചെവി എന്നാ പറയാ, ആദ്യം കേൾവിയെ സംബന്ധിച്ച ഖുർആൻ പറയാ. അത് വിശുദ്ധ ഖുർആനിന്റെ ഒരു അത്ഭുതങ്ങളിൽപ്പെട്ടതാണ്. ആദ്യം എടുത്തു പറയാ ചെവിയാണ്, പിന്നെയാണ് കാഴ്ച എന്ന് പറയാ. ഇന്നസ് സമഅ വൽ ബസറ, തീർച്ചയായും നിങ്ങളുടെ കേൾവിയും നിങ്ങളുടെ കാഴ്ചയും, വൽ ഫുആദ, നിങ്ങളുടെ മനസ്സുകളിൽ നിങ്ങൾ കോട്ടകെട്ടി പ്ലാൻ ചെയ്ത് ഓരോരോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ, പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന നിങ്ങളുടെ പ്ലാനിങ്ങുകളെല്ലാം, കുല്ലു ഉലൈക, നിങ്ങളുടെ മനസ്സും കേൾവിയും കാഴ്ചയും ഇതെല്ലാം കാന അൻഹു മസ്ഊല, നാളെ റബ്ബിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുന്നവയാണ്. അല്ലാഹു ചോദിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ കാണുന്നത്. അപ്പൊ അല്ലാഹു തആല എന്ത് ചെയ്തു? കുറെ യൂട്യൂബും കുറെ വാട്സപ്പും കേൾക്കാനും കാണാനുള്ള സൗകര്യം ചെയ്തിട്ട്, എന്നാ പിന്നെ അത് നന്മക്ക് ഉപയോഗിക്കുക. ഏതായാലും വായിക്കണില്ല, എന്നാ കുട്ടികളെ കണ്ടോളി എന്ന് പറഞ്ഞ അല്ലാഹു ഈ ടെക്നോളജി ഒക്കെ തന്നിരിക്കുകയാണ്. അപ്പൊ നല്ലത് കാണാം, നല്ലത് കേൾക്കുക. കാരണം കേൾവിയും കാഴ്ചയും നമ്മുടെ ചിന്തയും നാളെ ചോദ്യം ചെയ്യപ്പെടാൻ പോവുകയാണ്. അല്ലാഹു ചെയ്ത വലിയ നിഅമത്തല്ലേ. വായിക്കാൻ മടിയുള്ള കാലം വേറൊരു ഓപ്ഷനും ഇല്ല. ബുദ്ധിമുട്ടായി പോവില്ലേ? അപ്പോൾ അല്ലാഹു ഒരുപാട് കേൾക്കാൻ, അങ്ങനെ യാത്ര പോവാൻ ഹെഡ്ഫോണും വെച്ച് കേൾക്കാം, അല്ലെങ്കിൽ വാഹനത്തിൽ അതിൻ്റെ സ്പീക്കറിട്ട് കേൾക്കാം, അല്ലെങ്കിൽ കാണാം. എല്ലാ സൗകര്യങ്ങളും അല്ലാഹു തന്നു. ഇത് നന്മയ്ക്ക് വേണ്ടി ചെലവഴിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. അതൊരു ഫിത്നയുണ്ടാവാൻ, ഒരു കുടുംബം തെറ്റാൻ, പരസ്പരം ആളുകളെ തമ്മിൽ അടിപ്പിക്കാൻ, ഇതൊന്നും ഒരു മനുഷ്യനും ചെയ്തു പോകരുത്. ഇന്നസ് സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. എഴുതുന്ന ടെക്സ്റ്റ് ചെയ്യുന്ന ഓരോ വാക്ക് പോലും ശ്രദ്ധിക്കേണ്ടവയാണ്. ചില വാക്കുകൾ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത വാക്ക് വന്നു പോയേക്കും. പരിശുദ്ധമായ ഹദീസിൽ മഹാനായ ഇമാമുന മുസ്ലിം തങ്ങളും ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളും ഉദ്ധരിച്ച ഹദീസുണ്ട്. സ്വഹീഹ് മുസ്ലിമിലും മുസ്നദിലും വന്ന ഒരു ഹദീസുണ്ട്, വളരെ സ്വഹീഹായ ഹദീസ്. രണ്ട് സഹോദരന്മാരുടെ ചരിത്രമാണത്. ജ്യേഷ്ഠൻ വളരെ നല്ല മനുഷ്യനാണ്, അനുജൻ വളരെ മോശക്കാരനാണ്. അങ്ങനെ എത്ര കുടുംബങ്ങളുണ്ടെന്നാ ലോകത്ത്. അള്ളാഹു എല്ലാവരെയും നന്നാക്കി കൊടുക്കട്ടെ. വളരെ പടച്ചോനെ പിടിച്ച് നടക്കുന്ന നല്ല മനുഷ്യൻ. അനുജൻ അങ്ങനെ ഫിത്നയും ഫസാദായിട്ട് നടക്കുന്നു, ഗീബത്തും നമീമത്തായിട്ട് നടക്കുന്നു, കള്ളു കുടിച്ച് നടക്കുന്നു, വ്യഭിചരിച്ച് നടക്കുന്നു. പടച്ച തമ്പുരാൻ നമ്മളെല്ലാവരെയും നന്നാക്കി തരട്ടെ. അള്ളാഹു നന്നാക്കി തരട്ടെ, അള്ളാഹു നന്നാക്കി തരട്ടെ. പക്ഷേ ജ്യേഷ്ഠൻ ഉപദേശിക്കുവനെ, അഖ്സിർ, തിന്മ ചെയ്യല്ലടോ, നിർത്തിയേക്ക്, ഫിത്നയും ഫസാദ് ഉണ്ടാക്കല്ലേ, തിന്മ ചെയ്യല്ലേ, അഖ്സിർ. എത്ര പറഞ്ഞാലും ഇവൻ കേൾക്കൂല. അങ്ങനെ എപ്പോഴും പറയുമ്പോ ഇവൻ ചോദിക്കുകയാണ് സ്വന്തം ജ്യേഷ്ഠനോട്, ഖല്ലീനി വറബ്ബി അബ്ഇസ്ത അലയ്യ റഖീബാ, എന്നെയും എന്റെ റബ്ബിനെയും നീ അങ്ങ് വിട്ടേക്ക്, എന്റെ കാര്യം നോക്കാൻ അള്ളാഹു നിന്നെ പറഞ്ഞയച്ചുവോ എന്ന് സ്വന്തം സഹോദരനോട്, ജ്യേഷ്ഠനോട് അനുജൻ ചോദിച്ചു. എന്റെ കാര്യം, എന്നെയും എന്റെ റബ്ബിനെയും വിട്ടേക്കണം എന്ന് പറഞ്ഞാൽ അള്ളാഹുമായി മനസ്സിൽ സ്നേഹമുള്ള ആളാണ്. പക്ഷേ തെറ്റ് സംഭവിച്ചു പോകുന്നുണ്ട്, കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല. നിരന്തരം തെറ്റുകൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങുന്ന, തിന്മയിലേക്ക് മനസ്സ് കൊടുക്കുകയോ തിന്മ പ്ലാൻ ചെയ്യുകയോ ചെയ്യുന്ന ഒരു ക്രിമിനലിനെ കുറിച്ചല്ല ഈ സംഭവം പറയുന്നത്. മനസ്സിലെവിടെയോ അള്ളാഹുവിനോട് സ്നേഹമുണ്ട്, പക്ഷേ എന്റെ റബ്ബ് കാരുണ്യവാനല്ലേ, എന്റെ മനസ്സിന്റെ നിയ്യത്ത്, എന്നെ സംഭവിച്ചു പോകുന്ന അബദ്ധങ്ങൾ എന്റെ റബ്ബിനറിയോലോ, അതുകൊണ്ട് എന്നെയും എന്റെ റബ്ബിനെയും അങ്ങ് വിട്ടേക്ക് എന്ന് പറഞ്ഞപ്പോ ആ ജ്യേഷ്ഠൻ സ്നേഹം കൊണ്ടോ അഭിമാനബോധം കൊണ്ടോ പറഞ്ഞു, വല്ലാഹി ലാ യഗ്ഫിറുല്ലാഹു ലക യാ ഫുലാൻ, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, നിനക്ക് അള്ളാഹു പുറത്തു തരൂല. ഉറപ്പാണ്, അള്ളാഹിനെ തന്നെയാണ് സത്യം, അള്ളാഹു നിനക്ക് പുറത്തു തരൂല. ആ വാക്ക് വല്ലാത്തൊരു വാക്കായി പോയി. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസ് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി ലഖദ് തകല്ലമ ബികലിമത്തിൻ ഔബഖത് ദുനിയാഹു വഉഖറാഹ്, ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്താൻ മാത്രമുള്ള വാക്കായി പോയി ജ്യേഷ്ഠനാ പറഞ്ഞ വാക്ക്. നിനക്ക് അല്ലാഹു പുറത്തു തരൂല എന്ന് നമ്മൾ എങ്ങനെ പറയും? അല്ലാഹു അല്ലേ പുറത്തു കൊടുക്കുന്നവൻ.
അല്ലാഹു ജല്ല ജലാലു അല്ലാഹു തആല പറഞ്ഞല്ലോ, മൻ ദല്ലദി യതഅല്ല അലയ്യ അല്ലാ അഗ്ഫിറ ലിഫുലാൻ, ഇന്നാലിന്ന ഒരാൾക്ക് ഞാൻ പുറത്തു കൊടുക്കില്ലെന്ന് എന്റെ പേര് വെച്ച് സത്യം ചെയ്ത് പറഞ്ഞ ആളെവിടെ? എന്റെ അടിമക്ക് ഞാൻ പുറത്തു കൊടുക്കൂല എന്ന് പറയേ, അത് എന്റെ പേരിൽ സത്യം ചെയ്യുകയും ചെയ്യേ, ഞാൻ പൊറുക്കുമോ ഇല്ല എന്ന്. അകാന ബി അലീമ, അവൻ എന്തറിഞ്ഞു? വഅലാ മാ ഫീ യദിയ ഖാദിറ, എന്റെ കഴിവുകളെ സംബന്ധിച്ച് അവൻ എന്തറിഞ്ഞു? ഖദ് ഗഫർതു ലഹു വഅഹ്ബത്തു അമലക്, ഞാൻ അവന് പുറത്തു കൊടുത്തു, നിന്റെ കർമ്മങ്ങൾ ഞാൻ തകർത്തു കളഞ്ഞു എന്ന് അല്ലാഹു മനുഷ്യനോട് പറയാണ്. അല്ലാഹുവേ, നമ്മൾ അങ്ങനെയൊന്നും പറഞ്ഞുകൂടെ. ചിലപ്പോൾ പല കുരുത്തക്കേടും ചെയ്തിട്ട് അവസാനം നന്നാവും. ഒരുപാട് കുരുത്തക്കേട് കളിച്ച് നന്നാവുന്ന ചെറുപ്പക്കാരൊക്കെ ഉണ്ടല്ലോ, പിടിച്ചാൽ കിട്ടൂല. പിന്നെ ഒരു പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോരൂല. കുറച്ച് കുരുത്തക്കേടുള്ള മരണം വരെ ചിലപ്പോൾ അങ്ങനെ കൊണ്ടുപോയിന്ന് വരും. പക്ഷെ വല്ലാണ്ട് എല്ലാ കളിയും കളിച്ചിട്ട് നന്നാവുന്നവരുണ്ടല്ലോ. നമ്മളെല്ലാവർക്കും അല്ലാഹു തആല ഹിദായത്തും ഇസ്തിഖാമത്തും നിലനിർത്തി തരട്ടെ. അതുകൊണ്ട് കുറച്ച് കളിക്കാന്നോ കുറേ കളിക്കാന്നോ ഒന്നും അതിനർത്ഥമല്ല. എപ്പോഴാണ് അള്ളാഹുലേക്ക് തിരിച്ചു പോവേണ്ട സമയം അജലത്തൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ ആരെപ്പറ്റിയും അവനൊന്നും ഇനി നന്നാവില്ല എന്നൊന്നും പറയരുത്. അവനൊക്കെ ഇനി അവന്റെ കാര്യം പോക്കാൻ, അങ്ങനെയൊന്നും പറയണ്ട. പക്ഷേ കുറേയൊക്കെ തെറ്റ് ചെയ്തു, കുറേ ഫിത്നയും ഫസാദൊക്കെ ഉണ്ടാക്കി, പിന്നെങ്ങനെ തോന്നി ഞാൻ നന്നായാലോ? അല്ലാഹു തആല തോന്നൽ കൊടുത്താൽ പോരെ? അതുകൊണ്ട് സ്വന്തം കൂട്ടുകാരനെ സംബന്ധിച്ച് വല്ലാഹി ലാ യഗ്ഫിറുല്ലാഹു ലക്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, അല്ലാഹു നിനക്ക് പുറത്തു തരില്ല എന്ന് പറഞ്ഞ വാക്കിനെ സംബന്ധിച്ച് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി വല്ലദീ നഫ്സി ബിയദി ലഖദ് തകല്ലമ ബികലിമത്തിൻ ഔ ബഖത് ദുനിയാഹു വ ഉഖറാ, ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോയല്ലോ ആ ഒരൊറ്റ വാക്കുകൊണ്ട്. ഒരു വാക്കാണത്. അപ്പോ ജീവിതത്തിൽ നമ്മുടെ അമലുകളിൽ, നമ്മുടെ കർമ്മങ്ങളിൽ, നമ്മുടെ ആഖിറത്തിൽ, നമ്മുടെ ദുനിയാവിൽ ഒരുപാട് പ്രതിഫലനങ്ങൾ സൃഷ്ടിക്കുന്നത് നമ്മുടെ വാക്കുകളാണ്. അതുകൊണ്ടത് നല്ല വാക്കുകളാവണം. വാക്കുകളാൽ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോയേക്കും. സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ, അന്ന ഗുലാമൻ ഇസ്തുശ്ഹിദ യൗമ ഉഹദ്, പരിശുദ്ധമായ ഉഹദ് യുദ്ധം നടക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ അവിടെ ഷഹീദായി കിടക്കുന്നു. ഉഹദ് യുദ്ധം നടക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ജീവിതത്തിൽ പകർത്താൻ പറ്റിയ ഒരു പിടി വാക്കുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന പരിശുദ്ധമായ ദിക്ർ കൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ നിധികളിൽപ്പെട്ട നിധിയാണ്. വബാബും മിൻ അബ്വാബിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടാൻ കാരണമാണ്. വഗറസും മിൻ ഗിറാസിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ വൃക്ഷങ്ങളിൽപ്പെട്ട വൃക്ഷമാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒരു തെങ്ങ് നട്ടുപിടിപ്പിച്ച് വലുതായി അതിൽ തേങ്ങയോ ഇളനീരൊക്കെ ആവണമെങ്കിൽ എത്ര കാലം കാത്തിരിക്കണം, എത്ര അധ്വാനിക്കണം. പക്ഷേ സ്വർഗലോകത്തൊരു വൃക്ഷം നടാൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒന്ന് പറഞ്ഞു നോക്കി, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അത്ര തന്നെ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നത് കൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ ഒരു നിധിയാണ് നിങ്ങളുടെ കയ്യിൽ അല്ലാഹു തന്നിരിക്കുന്നത്. നാവ് കൊണ്ട് പറയുന്ന ചില വാക്കുകൾ തന്നെയാണിത്. അതുകൊണ്ട് കിട്ടുന്ന നന്മ നോക്കി മാഷാ അല്ലാഹ്. ഖൈറുൽ അഅമാലി, അല്ലാഹുവിന്റെ മുമ്പിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്, വഅസ്കാഹാ, അല്ലാഹുവിന്റെ മുമ്പിൽ ഏറ്റവും പരിശുദ്ധമായത്, വഅർഫഉഹാ ലിദ്ദറജാത്ത്, അല്ലാഹുവിന്റെ മുമ്പിൽ സ്ഥാനമാനം ഉയർത്തപ്പെടാൻ ഏറ്റവും കാരണമാകുന്നത്. വമാ ഹുവ ഇൻദല്ലാഹി ഖൈറും മിൻ ദർബിൽ അനാഖി വൽ ഇൻഫാഖി ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി ധർമ്മസമരത്തിൽ ഇറങ്ങുന്നതിനേക്കാൾ, അല്ലാഹുവിന് വേണ്ടി അവന്റെ മാർഗത്തിൽ ദാനധർമ്മം ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായത് എന്താണ്? ദിക്റുല്ലാഹ്, അല്ലാഹുവിന്റെ ദിക്ർ ചൊല്ലലാണ്. പാട്ടപ്പിരിവ് ആദ്യം കഴിഞ്ഞത് ഭാഗ്യല്ലേ, അല്ലെങ്കിൽ ഞാൻ ദിക്റല്ലി കൊണ്ട് ഞാൻ ഇടുന്നില്ല. സദഖക്ക് ഇൻഫാക്കിന് വേറെ കൂലി കിട്ടും.